എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അടിസ്ഥാന ശാസ്ത്രം മൂന്നാമത്തെ ചാപ്റ്റർ SCERT ക്ലാസ് 8 വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനു വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന സാഹചര്യം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഭക്ഷ്യസുരക്ഷ എന്നറിയപ്പെടുന്നു. എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനു വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാക്കുന്ന സാഹചര്യം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഭക്ഷ്യസുരക്ഷ. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മൂലകങ്ങളാണ് ആവശ്യമൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. സസ്യങ്ങളുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മൂലകങ്ങളാണ് അവശ്യമൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ജീവിവർഗങ്ങൾ ബാക്ടീരിയകൾ, കുമിളകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര തുടങ്ങിയവയാണ്. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ജീവിവർഗങ്ങളാണ് ബാക്ടീരിയകൾ, കുമിളകൾ, ആൽഗകൾ, ചിതൽ, മണ്ണിര എന്നിവ. മണ്ണ് പരിശോധനയുടെ ആവശ്യകത മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും pH മൂല്യവും തിരിച്ചറിയാൻ. മണ്ണ് പരിശോധനയുടെ ആവശ്യകത മണ്ണിലടങ്ങിയ മൂലകങ്ങളുടെ അളവും pH മൂല്യവും തിരിച്ചറിയാൻ. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ വളമാണ് ജീവാണുവളം. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയ വളമാണ് ജീവാണുവളം എന്ന് നമ്മൾ പറയാം. മണ്ണിലെ നൈട്രജന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന സസ്യം അസോളയാണ്. മണ്ണിലെ നൈട്രജന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന സസ്യം ജലസസ്യം അസോള. മണ്ണിലെ നൈട്രജന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ജലസസ്യം അസോള. മണ്ണിലെ നൈട്രജന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് റൈസോബിയം, അസോസ്പൈറിലം, അസെറ്റോബാക്ടർ എന്നിവ. മണ്ണിലെ നൈട്രജന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് റൈസോബിയം, അസോസ്പൈറിലം, അസെറ്റോബാക്ടർ എന്നിവ. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവരെയും എന്തു വിളിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിദത്ത ശത്രുക്കൾ എന്നാണ് നമ്മൾ വിളിക്കുക. കീടങ്ങളെ ഭക്ഷണമാക്കുന്നവയെയും കീടങ്ങൾക്ക് രോഗം പരത്തുന്ന ജീവികളെയും കീടങ്ങളിൽ പരാതമായി ജീവിക്കുന്നവരെയും നമ്മൾ പ്രകൃതിദത്ത ശത്രുക്കൾ എന്ന് വിളിക്കുന്നു. സൂക്ഷ്മജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം. മതിയായ ജലസേചനം ഉണ്ടാകണം. രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കാൻ പാടില്ല. സൂക്ഷ്മജീവികൾക്ക് മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മണ്ണിൽ ജൈവവള ലഭ്യത ഉറപ്പുവരുത്തണം. മതിയായിട്ടുള്ള ജലസേചനം ഉണ്ടാവണം. പിന്നെ രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കാൻ പാടില്ല. സംയോജന കീടനിയന്ത്രണ രീതിയുടെ തത്വം എന്താണ് എന്നുള്ളതാണ്. കീടങ്ങളുടെ പെരുകൽ തടയുകയും വിളനഷ്ടമുണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സംയോജന കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം. കീടങ്ങൾ പെരുകൽ തടയുകയും വിളനഷ്ടമുണ്ടാകാത്ത അവസ്ഥയിലേക്ക് കീടങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സംയോജന കീടനിയന്ത്രണ രീതിയുടെ അടിസ്ഥാന തത്വം. ആൺകീടങ്ങളും കീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നത് വികിരണങ്ങൾ വഴിയാണ്. ആൺകീടങ്ങളുടെ പ്രജനനശേഷി നഷ്ടപ്പെടുത്തി കീടങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വികിരണങ്ങൾ വഴിയാണ്. കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് തരംഗമാണ്. കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് തരംഗം. കീടങ്ങളെ അകറ്റാൻ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് തരംഗമാണ്.
ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതി ഫിറമോൺ കെണിയാണ്. ജീവികൾ പുറത്തുവിടുന്ന ഫിറമോൺ കണികകളുടെ സമാന രാസഘടനയുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിച്ച് കീടങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന രീതി ഫിറമോൺ കെണി എന്നാണ് അറിയപ്പെടുക. ഫിറമോൺ കെണിയുടെ പോരായ്മകള് കാടും ചുറ്റും ചൂടും ഏറ്റ് ബാഷ്പീകരിക്കപ്പെടുന്നു. ഈ ഫിറമോൺ വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു. കാടല്ല, കാറ്റാണ്. ഫിറമോൺ കെണിയുടെ പോരായ്മ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റും ചൂടും ഏറ്റ് ഇത് ബാഷ്പീകരിക്കപ്പെടുന്നു. ബാഷ്പീകരിച്ചതിന് ശേഷം ഇത് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതായിട്ടാണ് കാണാൻ പറ്റുക. വളവും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിന്റെ അവശിഷ്ടം മറ്റൊന്നിലേക്ക് വളമായി നൽകുന്ന കൃഷിരീതിയാണ് നമ്മൾ സുസ്ഥിര കൃഷി എന്ന് പറയാം. വളവും കീടനാശിനികളും ഉൾപ്പെട്ട പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറച്ച് സംയോജിത കൃഷിയിലൂടെ ഒന്നിന്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന കൃഷിരീതിയാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്ന രീതി HEIA, ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നാണ് പറയാം. വിത്തും വളവുമെല്ലാം പുറമേ നിന്ന് കൃഷിയിടത്തിലേക്ക് വരുന്ന രീതി HEIA അഥവാ ഹൈ എക്സ്റ്റേണൽ ഇൻപുട്ട് അഗ്രികൾച്ചർ എന്നാണ് പറയാം. പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാക്കൂ എന്ന കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള കൃഷിരീതിയാണ് LEISA, ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നുള്ളത്. പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുള്ള കൃഷിയെ സുസ്ഥിരമാകൂ എന്ന കാഴ്ചപ്പാടിൽ ഊന്നിയുള്ള കൃഷിരീതി LEISA ആണ്, ലോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നാണ് പറയാം. ഒന്നിന്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന സ്വയം പര്യാപ്തമായ പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത രീതിയാണ് NEISA, നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഒന്നിന്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമാകുന്ന സ്വയം പര്യാപ്തമായിട്ടുള്ള പുറമേ നിന്ന് ഒന്നും പ്രയോഗിക്കേണ്ടതില്ലാത്ത രീതിയാണ് NEISA അഥവാ നോ എക്സ്റ്റേണൽ ഇൻപുട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്ന് പറയാം. പ്രധാന പശു ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ, വെച്ചൂർ എന്നിവയാണ് പ്രധാനപ്പെട്ട പശു ഇനങ്ങൾ. പ്രധാനപ്പെട്ട പശു ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ, വെച്ചൂർ എന്നിവയാണ് പ്രധാനപ്പെട്ട പശു ഇനങ്ങൾ. മുറ, നീലിരവി, ബദാവരി എന്നിവ ഏത് കന്നുകാലി ഇനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എരുമ ഇനത്തിലാണ് പെടുന്നത്. മുറ, നീലിരവി, ബദാവരി എന്നിവ ഏത് കന്നുകാലി ഇനത്തിൽ പെടുന്നു? എരുമ ഇനത്തിലാണ് പെടുന്നത്. തലശ്ശേരി, ജമുന പ്യാരി, ബോയർ എന്നിവ ഏത് കന്നുകാലി ഇനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആട്. ജമുന പ്യാരി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയൊക്കെ ഉണ്ട്, അതിലൂടെ തന്നെ നമുക്ക് ഓർത്തിരിക്കാം. തലശ്ശേരിയിൽ പോയാൽ നല്ല ആട് ബിരിയാണി കിട്ടുമെന്നൊക്കെ നമുക്ക് ഓർത്തു വെക്കാം. തലശ്ശേരി, ജമുന പ്യാരി, ബോയർ എന്നിവ ഏത് കന്നുകാലി ഇനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആട് ഇനത്തിലാണ് പെടുക. അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ എന്നിവ ഏത് പക്ഷി ഇനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴി ഇനത്തിലാണ് പെടുക. അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ എന്നിവ ഏതു പക്ഷി ഇനത്തിൽ പെടുന്നു? കോഴി. പ്രധാന താറാവിനങ്ങൾ ചെമ്പല്ലി, മസ്കവി, ചാര എന്നിവയാണ്. പ്രധാനപ്പെട്ട താറാവിനങ്ങൾ ചെമ്പല്ലി, മസ്കവി, ചാര എന്നിവയാണ്. ജപ്പാനീസ്, ബോബ് വൈറ്റ് എന്നിവ എന്തിന്റെ ഇനങ്ങളാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാടയുടെ ഇനങ്ങളാണ്. ജപ്പാനീസ്, ബോബ് വൈറ്റ് എന്നിവ എന്തിന്റെ ഇനങ്ങളാണ്? കാട. സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതി സെറികൾച്ചർ. PSC ഡെഫിനറ്റ് ഒരു മാർക്ക് ചോദ്യങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്, അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് എന്ത്? സെറികൾച്ചർ എന്നുള്ളത്. പട്ടുനൂൽ പുഴുവിന്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. മൽബറി പട്ടുനൂൽ പുഴു, ടെസർ പട്ടുനൂൽ പുഴു, മുഗ
പട്ടുനൂൽപ്പുഴു. പട്ടുനൂൽപ്പുഴു ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൾബറി പട്ടുനൂൽപ്പുഴു, ടെസർ പട്ടുനൂൽപ്പുഴു, മുഗ പട്ടുനൂൽപ്പുഴു എന്നിവയാണ്. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്ന രീതിയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം, അപ്പൊ പട്ടുനൂൽ എന്താണ്? സെറികൾച്ചർ ആണ്. ഇനി മത്സ്യം വളർത്തുന്ന രീതി പിസികൾച്ചർ ആണ്. ഭക്ഷ്യ ആവശ്യത്തിനായി വളർത്തുന്ന മത്സ്യങ്ങളാണ് കരിമീൻ, രോഹു തുടങ്ങിയവ. ഭക്ഷ്യ ആവശ്യത്തിനായി വളർത്തുന്ന മത്സ്യങ്ങളാണ് കരിമീൻ, രോഹു തുടങ്ങിയവ. പ്രധാനപ്പെട്ട അലങ്കാര മത്സ്യങ്ങളാണ് കട്ടില, ഗോൾഡ് ഫിഷ് എന്നിവ. പ്രധാന അലങ്കാര മത്സ്യങ്ങളാണ് കട്ടില, ഗോൾഡ് ഫിഷ് എന്നിവ. പ്രധാനപ്പെട്ട ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര തുടങ്ങിയവ. പ്രധാനപ്പെട്ട ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര തുടങ്ങിയവ. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് ഫ്ലോറികൾച്ചർ. പൂക്കൾ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലവർ എന്ന് പറയും. അപ്പൊ ഫ്ലവറിന്റെ അത് നമുക്ക് ഫ്ലോറി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫ്ലോറികൾച്ചർ. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതി ഫ്ലോറികൾച്ചർ ആണ്. ശാസ്ത്രീയമായ തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത് എപ്പികൾച്ചർ എന്നാണ്. ശാസ്ത്രീയമായിട്ടുള്ള തേനീച്ച വളർത്തൽ അറിയപ്പെടുന്നത് എപ്പികൾച്ചർ എന്നാണ്. ഔഷധ ഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ എന്ന് പറയുന്നത്. ഔഷധ ഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എന്നിവ ഏതിന്റെ ഇനങ്ങളാണ് എന്ന് ചോദിച്ചാൽ തേനീച്ചയുടെ ഇനങ്ങളാണ്. കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എന്നിവ ഏതിന്റെ ഇനങ്ങളാണ്? തേനീച്ചയുടെ ഇനങ്ങളാണ്. കോലൻ, മെല്ലിഫറ, ഞൊടിയൻ എന്നിവ ഏതിന്റെ ഇനങ്ങളാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തേനീച്ചയുടെ ഇനങ്ങളാണ്. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതി അറിയപ്പെടുന്നത് ക്യൂണികൾച്ചർ എന്നാണ്. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതി അറിയപ്പെടുന്നത് ക്യൂണികൾച്ചർ. മുയല് വളരെ ക്യൂട്ടാണ്, അതുകൊണ്ട് ക്യൂണികൾച്ചർ എന്നുള്ള രീതിയിലൊക്കെ നമുക്കവിടെ ഓർത്തു വെക്കാം. ശാസ്ത്രീയമായി മുയൽ വളർത്തുന്ന രീതി അറിയപ്പെടുന്നത് ക്യൂണികൾച്ചർ ആണ്. ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നിവ എന്തിന്റെ ഇനങ്ങളാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുയലിന്റെ ഇനങ്ങളാണ്. ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നിവ എന്തിന്റെ ഇനങ്ങളാണ്? മുയലിന്റെ ഇനങ്ങളാണ്. രോമത്തിനായി വളർത്തുന്ന മുയലിനമാണ് അങ്കോറ എന്ന് പറയുന്നത്. രോമത്തിനായി വളർത്തുന്ന മുയലിനമാണ് അങ്കോറ. ശാസ്ത്രീയമായ കൂൺ വളർത്തൽ അറിയപ്പെടുന്നത് മഷ്റൂം കൾച്ചർ എന്നാണ്. ആ കൂണും ക്യൂണിയും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് വിചാരിച്ച് നേരെ എന്ത് ചെയ്യരുത്, കൂൺ വളർത്തൽ ക്യൂണികൾച്ചർ ആണെന്ന് വിചാരിക്കരുത്. മുയൽ വളർത്തലിനെയാണ് നമ്മൾ ക്യൂണികൾച്ചർ എന്ന് പറയാ. കൂൺ വളർത്തൽ പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കുക, എന്താണത്? മഷ്റൂം കൾച്ചർ എന്നാണ് പറയാ. സാധാരണ കൃഷി ചെയ്യപ്പെടുന്ന കൂണിനങ്ങൾ ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നിവയാണ്. സാധാരണ കൃഷി ചെയ്യപ്പെടുന്ന കൂണിനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നിവയാണ്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യപ്പെടുന്ന രീതി ഹോർട്ടികൾച്ചർ എന്നാണ് അറിയപ്പെടുക. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യപ്പെടുന്ന രീതി ഹോർട്ടികൾച്ചർ. അപ്പൊ നമ്മൾ ഏതൊക്കെ ഇപ്പൊ പറഞ്ഞു? മുയൽ വളർത്തൽ പറഞ്ഞു ക്യൂണികൾച്ചർ, പൂക്കള് വളർത്തൽ പറഞ്ഞു ഫ്ലോറികൾച്ചർ, കൂൺ വളർത്തൽ പറഞ്ഞു മഷ്റൂം കൾച്ചർ, പഴം, പച്ചക്കറി ഹോർട്ടികൾച്ചർ, മത്സ്യം പിസികൾച്ചർ, പട്ടുനൂല് സെറികൾച്ചർ. ഇതൊന്നും കൃത്യമായിട്ട് ഓരോന്നും ഓർത്തോർത്ത് ഒരു പട്ടികയാക്കി എഴുതി പഠിക്കാനൊക്കെ ശ്രമിക്കുക. ഇമ്പോർട്ടന്റ് ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന അന്യദേശ പഴങ്ങളാണ് ഡ്യൂറിയൻ, റംബൂട്ടാൻ, ലിച്ചി എന്നിവ. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന അന്യദേശ പഴങ്ങളാണ് ഡ്യൂറിയാൻ, റംബൂട്ടാൻ, ലിച്ചി എന്നിവ. കൃഷിയിടങ്ങളിൽ വളർത്തുന്ന ഔഷധ സസ്യങ്ങളാണ് തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കുവളം, രാമച്ചം, കൊടുവേലി എന്നിവ.
കൃഷിയിടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യാറുള്ള ഔഷധ സസ്യങ്ങളാണ് തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കുവളം, രാമച്ചം, കൊടുവേലി തുടങ്ങിയവ ഒന്ന് വായിച്ച് ഓർത്തു വെച്ചാൽ മതി. പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ നിർമ്മിക്കുന്ന പ്രത്യേക കൃഷിരീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് നമ്മൾ പറയാറുള്ളത്. പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറച്ചു നിർമ്മിക്കുന്ന പ്രത്യേക കൃഷിരീതിയാണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. പോളി ഹൗസ് ഫാമിംഗ് സസ്യവളർച്ച വേഗത്തിലാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിച്ചതുകൊണ്ടാണ്. പോളി ഹൗസ് ഫാമിംഗ് സസ്യവളർച്ച വേഗത്തിലാക്കാനുള്ള കാരണം താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമീകരിച്ചതിനാലാണ്. കൃഷിയിടത്തിലെ മണ്ണിന്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിന്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിളകൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതി പ്രിസിഷൻ ഫാമിംഗ് എന്നാണ് നമ്മൾ പറയുക. ഒന്നുകൂടെ വായിക്കാം. കൃഷിയിടത്തിലെ മണ്ണിന്റെ സ്വഭാവം, അതായത് ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിന്റെ pH, ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായിട്ടുള്ള വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയെ നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് എന്നാണ് പറയാം. പ്രിസിഷൻ ഫാമിംഗിന്റെ മേന്മ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്തുവാനും കളകളെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനും നമുക്ക് കഴിയും. പ്രിസിഷൻ ഫാമിംഗിന്റെ മേന്മ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുക വഴി ജലസേചനം പരിമിതപ്പെടുത്താനും കളകളെ ഫലപ്രദമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കൂടി കഴിയും. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ചെടികളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതി ഹൈഡ്രോപോണിക്സ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഇവിടെ സ്പ്രേ ആണ് കേട്ടോ ഇത്, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുന്ന രീതിയെ നമ്മൾ എയറോപോണിക്സ് എന്ന് പറയാറുണ്ട്. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ഭക്ഷ്യലഭ്യത, മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ അനുകൂലനങ്ങൾ ആർജിച്ച് പ്രകൃത്യാ പ്രതിരോധശേഷി നേടി നിലനിൽക്കുന്ന ഇനങ്ങളെ നമ്മൾ നാടൻ ഇനങ്ങൾ എന്നാണ് പറയുക. നമ്മുടെ എല്ലാ വസ്തുക്കൾക്കും അതിന്റെ നാടൻ ഇനങ്ങളായിരിക്കും നമ്മുടെ വീട്ടിന്റെ അടുത്തൊക്കെ വളർന്നു വരുന്ന ചെടികൾ. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, ഭക്ഷ്യലഭ്യത, മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ അനുകൂലനങ്ങൾ ആർജിച്ച് പ്രകൃത്യാ പ്രതിരോധശേഷി നേടി നിലനിൽക്കുന്ന ഇനങ്ങളെയാണ് നമ്മൾ നാടൻ ഇനങ്ങൾ എന്ന് പറയുക. മാവിന്റെ നാടൻ ഇനങ്ങളാണ് മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ എന്നിവ. മാവിന്റെ നാടൻ ഇനങ്ങളാണ് മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ എന്നിവ. വാഴയുടെ നാടൻ ഇനങ്ങളാണ് ഞാലിപ്പൂവൻ, പാളയംകോടൻ എന്നിവ. വാഴയുടെ നാടൻ ഇനങ്ങളാണ് ഞാലിപ്പൂവൻ, പാളയംകോടൻ എന്നിവ. പശുവിന്റെ രണ്ട് നാടനിനങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. വെച്ചൂര്, കാസർഗോഡ് കുള്ളൻ എന്നിവ പശുവിന്റെ നാടനിനങ്ങളാണ്. ഇനി ആടിന്റെ നാടനിനങ്ങളാണ് മലബാറിയും അട്ടപ്പാടി ബ്ലാക്കും. അപ്പം ഏകദേശം 53 ചോദ്യങ്ങളോളം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിരന്തരമായിട്ട് ആ സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ ഒക്കെ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. പിന്നെ വിവിധ മൃഗങ്ങളുടെ സങ്കര ഇനം അല്ലെങ്കിൽ നാടൻ ഇനങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. പരീക്ഷയ്ക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ
നന്നായിട്ട് പഠിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.